Good morning and good evening. How are you everybody? നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വർഷം നമ്മെ വിട്ടു പോകാൻ പോവുകയാണ്. നാം വിവിധങ്ങളായ സന്തോഷങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെയും ജോയ്ഫുൾ ലൈഫിലൂടെയും സോറോ ആയിട്ടുള്ള ലൈഫിലൂടെയും ഒക്കെയും നാം യാത്ര ചെയ്തു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യമായിരുന്നു, ആഴത്തിൻ്റെ മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിൻ്റെ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. വളരെ ആഴത്തിലുണ്ടായിരുന്ന ഇരുളിനെ, ഡാർക്ക്നെസ്സിനെ ദൈവത്തിൻ്റെ ആത്മാവ് വന്നപ്പോൾ അത് മാറ്റം സംഭവിച്ചു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഡാർക്ക് തിങ്കിങ്, ഡാർക്ക് വേസ്, വഴികൾ, ഡാർക്ക് കാൽക്കുലേഷൻസ്, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകളിൽ നാം ആയിരിക്കുമ്പോൾ നാം ഓർക്കേണ്ട ഒരു കാര്യം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നാം വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കണം. പരിശുദ്ധാത്മാവ് എവിടെ ഇറങ്ങുമോ അവിടെ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. പൗലോസിൻ്റെ ജീവിതത്തിൽ മാറ്റം സംഭവിച്ചത് ദൈവാത്മാവിൻ്റെ സാന്നിധ്യം, പ്രസൻസ് പൗലോസിൻ്റെ മേൽ വന്നപ്പോൾ അവൻ്റെ ജീവിതം മുഴുവനും മാറി. ലോകത്തിൽ പണ്ട് മുതൽ കാണപ്പെട്ട പലതും മാറിപ്പോയെങ്കിലും മാറ്റപ്പെടാതിരിക്കുന്ന ഒന്നാണ് ബൈബിൾ, വിശുദ്ധ വേദപുസ്തകം. അതിൽ പറഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മാവ്, ഏത് പരിശുദ്ധാത്മാവിനാൽ ഈ വചനം എഴുതപ്പെട്ടോ ആ പരിശുദ്ധാത്മാവ് പറഞ്ഞ സ്വർഗരാജ്യത്തിൽ നമുക്ക് പോകണമെങ്കിൽ ആ പരിശുദ്ധാത്മാവ് എഴുതിയ വചനം നാം അനുസരിക്കണം. അനുസരിക്കുന്നത് യാഗത്തെക്കാട്ടിലും, ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനെക്കാട്ടിലും നല്ലതാകുന്നു. നമ്മുടെ ജീവിതത്തെ മുഴുവൻ ദൈവം മാറ്റിമറിക്കും. സാഹചര്യങ്ങളെ മാറ്റും, ഇരുട്ടുകളെ മാറ്റിമറിക്കും. എംബ്രൈസിങ് യുവർ ഐഡന്റിറ്റി ഇൻ ക്രൈസ്റ്റ്. ആമേൻ. പരിശുദ്ധാത്മാവ് നമ്മളിൽ വരുമ്പോൾ ക്രിസ്തുവിൽ നിങ്ങൾ ആരാണ് എന്നുള്ള ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ പോവുകയാണ്. നിങ്ങൾ ക്രിസ്തുവിൽ ആരാണ്? നിങ്ങളൊരു തികഞ്ഞ വിശ്വാസിയായി ജീവിക്കുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിൽ ബ്യൂട്ടിഫുള്ളായി മാറും. നമ്മുടെ ജീവിതത്തിൽ എങ്ങനെങ്കിലുമുള്ള ഒരു ജീവിതമല്ല, നാം കർത്താവിൻ്റെ മുൻപിൽ മാതൃകയുള്ള ഒരു ജീവിതം, ലോകത്തിൻ്റെ മുൻപിൽ മാതൃകയുള്ള ഒരു ജീവിതം. ഈ പുതിയ വർഷത്തേക്ക് നിങ്ങൾ കടക്കാൻ പോകുമ്പോൾ ഒരു കാര്യം ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ, ഒരു പ്രൊഡക്റ്റീവ് സീഡായി ദൈവം നിങ്ങളെ മാറ്റാൻ പോവുക. ഒരു സാധാരണ സീഡല്ല. നാം കഴിക്കുന്ന നെല്ലും അരിയും ഒക്കെ ഉണ്ട്, അത് കുത്തിയെടുത്ത് അരിയാക്കി കഴിക്കുന്നു. എന്നാൽ വിത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന കുറേ വിത്ത് സീഡുകളുണ്ട്. അത് നാം കഴിക്കാൻ വേണ്ടിയല്ല ഉപയോഗിക്കുന്നത്, അത് വിതയ്ക്കാൻ വേണ്ടിയാണ്. ഒരു മണി വിട്ടാൽ അതിൽ ഒരു കതിരിനകത്ത് നിറയെ മണികൾ വരുന്നു, നിറയെ വിത്തുകൾ വരുന്നു. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രൊഡക്റ്റീവ് സീഡായി ഈ പുതിയ വർഷത്തിൽ നിങ്ങൾ മുഖാന്തരം ആയിരങ്ങൾ പുറത്തു വരുവാൻ ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ പോകും. ദൈവ സാന്നിധ്യം കൊണ്ട് നിങ്ങൾ നിറയാൻ പോവുകയാണ് എന്ന് ദൈവാത്മാവ് ഓർപ്പിക്കുന്നു. ഒരു പ്രൊഡക്റ്റീവ് സീഡാകാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ?
ദൈവം നിങ്ങളെ അങ്ങനെ ആക്കി മാറ്റും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇതുവരെ ഒരാത്മാവിനെ പോലും നേടാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വാക്കിലൂടെ വരുന്ന വചനങ്ങൾ, ആത്മശക്തിയിൽ പുറപ്പെടുന്ന വാക്കുകൾ ഒക്കെ അനേകരുടെ ജീവിതത്തിൽ സൗഖ്യവും വിടുതലും ജയവുമാക്കി ദൈവം മാറ്റാൻ പോകുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആമേൻ. ഞങ്ങളുടെ കർത്താവേ, ഈ ജനത്തെ ബ്ലസ് ചെയ്യുന്നു. ഇന്ന് ഈ വചനം കേൾക്കുന്ന സകല വ്യക്തികളുടെയും ജീവിതത്തിൽ ഒരു പ്രൊഡക്റ്റീവ് സീഡായി, ആമേൻ, അനേകരെ ക്രിസ്തുവിൽ കൊണ്ടുവരുന്ന ഒരു വിത്തായി, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ തനിയായിരിക്കും, ചത്തുവെങ്കിലോ വളരെ ഫലം കായ്ക്കും. വളരെ ഫലം കായ്ക്കുന്ന ആമേൻ ഒരു സീഡായി തീരാൻ ഈ ജനത്തെ സഹായിക്കണമേ. ഈ പുതിയ വർഷത്തിലേക്ക് കയറുമ്പോൾ ഒരു അസാധാരണമായ നിലയിൽ ഈ കുഞ്ഞുങ്ങളെ അങ്ങ് പരിപാലിക്കുകയും സഹായിക്കുകയും ചെയ്യണം. രക്തം കൊണ്ട് മുദ്ര ചെയ്യുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഈ പുതിയ വർഷം നിങ്ങളെ ഒരു പ്രൊഡക്റ്റീവ് സീഡായി ദൈവം മാറ്റാൻ പോകുന്നു. നിങ്ങൾ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കണം. മെലേക്കിൻ്റെ ഒരു ബിൽഡിങ്ങിൻ്റെ പണികൾ തീരാൻ പോകുന്നു. എൻ്റെ ഹൃദയത്തിൽ ദൈവം തന്ന ഒരു വലിയ ദർശനം, 24 hours ഒരു പ്രയർ, പലവിധ മ്യൂസിക്കുകളെല്ലാം വെച്ചുള്ള ഒരു ആരാധന. ഈ ഡിസംബർ 27 ബന്ധപ്പെട്ട് അവിടെ ആ റൂം പ്രയറിന് വേണ്ടി തുറക്കാൻ ആഗ്രഹിക്കുന്നു. അവിടെ പലവിധ മ്യൂസിക്കുകൾ വെക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഈ മെലേക്ക് പ്രയർ മൗണ്ടനിൽ ഒരാഴ്ച, 2 ആഴ്ച, 1 month, 2 months വന്ന് താമസിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇവിടെ നടക്കുന്ന ഈ 24 പ്രയറിൽ പ്രയറിൽ പങ്കെടുക്കാൻ നിങ്ങളും പങ്കാളികളായി തീരുക. അത് വേൾഡിൻ്റെ ഉണർവിനും പാപത്തിൽ നശിച്ചുകൊണ്ടിരിക്കുന്ന ജനത്തിൻ്റെ വിടുതലിനും ഇത് കാരണമാകട്ടെ. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഒരു വലിയ ഉണർവിൻ്റെ സീസൺ വരാൻ പോകുന്നു. കർത്താവ് വരാറായി. അതിനായി ഒരുങ്ങാം. ഗോഡ് ബ്ലെസ് യു. ലവ് യു. ഡിസംബർ മാസം 25, 26, 27 ഈ തീയതികളിൽ എക്സോസിയ കോൺഫറൻസ് മെലേക്ക് പ്രയർ മൗണ്ടനിൽ വെച്ച് നടക്കും. On December 25, 26, 27, the Melek Exousia Prophetic Conference is happening at Melek Prayer Tower in Punalur. നിങ്ങൾ ആരും ആ മീറ്റിംഗ് മിസ് ചെയ്യരുത്. None of you should miss that meeting. നിങ്ങൾ എല്ലാവരും കടന്നു വരാൻ ഓർപ്പിക്കുന്നു. I remind you all to come and attend. God bless you. Love you. God bless you.